നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സമൂസയാണ്. അതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരുവിധം വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും ക്യാബേജ് ചേർത്ത് കൊടുക്കുക, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വാട്ടിയെടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി ഉദ്ദേശം മുളക് പൊടിയുടെ പച്ചമണം മാറണം, അല്ലാതെ കുറേ അങ്ങോട്ട് വാട്ടണ്ട. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി നമ്മൾ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക, സോയാ സോസ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോ സോസ് സോയാ സോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. മസാലകളൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് ഫില്ലിങ്സ് നിറക്കാൻ ഉപയോഗിക്കുന്നത്. എല്ലാം ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒരെണ്ണം റെഡിയായി. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ ശരിയാക്കിയെടുക്കാം. ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ പക്ഷെ തന്നെ ഉണ്ടാക്കിയതാണ്. അത്ര റെഡി ആയിട്ടില്ല. എങ്കിലും മൈദയും ഉപ്പും എണ്ണയും കൂടി ചേർത്ത് നമ്മുടെ ചപ്പാത്തിര അത്രയും ഇത്തിരി ലൂസാക്കി കുഴച്ചെടുത്തിട്ടാണ് ചെയ്തത്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് ഇതെല്ലാം വറുത്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് അതിൽ നിന്ന് കോരി മാറ്റാം.